സ്വർണ്ണ പണയ മേഖലയിൽ ശക്തമായ നിയന്ത്രണ സംവിധാനം ഏർപ്പെടുത്താൻ റിസർവ് ബാങ്ക് ഒരുങ്ങുന്നു. വായ്പയിലൂടെ ലഭിക്കുന്ന പണം ഏതാവശ്യത്തിന് ഉപയോഗിക്കുന്നുവെന്നത് മുതൽ സ്വർണം സൂക്ഷിക്കുന്ന സാഹചര്യങ്ങൾ വരെ നിരീക്ഷിക്കുന്ന സമഗ്ര സംവിധാനം ഒരുക്കാനാണ് റിസർവ് ബാങ്കിന്റെ പുതിയ കരട് നിർദ്ദേശം പുറത്തിറക്കിയിരിക്കുന്നത്. ബാങ്കിംഗ്, ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ, സഹകരണ ബാങ്കുകൾ, ഭവന വായ്പാ സ്ഥാപനങ്ങൾ തുടങ്ങിയവയ്ക്ക് ചട്ടം ബാധകമാകും. സ്വർണ്ണ വായ്പയ്ക്കുള്ള പ്രൊവിഷണൽ മാനദണ്ഡങ്ങളും പെരുമാറ്റച്ചട്ടങ്ങളുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുടെ കരട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കി. ഇത്തരം വായ്പകൾക്ക് ഏകീകൃത രേഖകൾ ഉണ്ടായിരിക്കണമെന്ന് RBI വായ്പാ സ്ഥാപനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. വായ്പ നൽകുന്ന എല്ലാ ശാഖകളും സ്വർണ്ണ പണയത്തിന്റെ പരിശുദ്ധി, തൂക്കം തുടങ്ങിയവ വിലയിരുത്തുന്നതിന് ഒരു ഏകീകൃത നടപടിക്രമം വേണമെന്നും RBIയുടെ കരട് നിയന്ത്രണത്തിൽ പറയുന്നു. നയത്തിന്റെ ഭാഗമായി രൂപപ്പെടുത്തിയ എല്ലാ നടപടിക്രമങ്ങളുടെയും വിശദാംശങ്ങൾ ഉപഭോക്താക്കളുടെ വിവരത്തിനായി വായ്പാ സ്ഥാപനങ്ങളുടെ വെബ്സൈറ്റിൽ പ്രദർശിപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട്. വായ്പ അനുവദിക്കുന്ന സമയത്ത് പണയം വയ്ക്കുന്ന സ്വർണം വിലയിരുത്തുമ്പോൾ വായ്പ എടുക്കുന്നയാൾ ഒപ്പമുണ്ട് എന്ന വായ്പാ സ്ഥാപനങ്ങൾ ഉറപ്പാക്കണം. കല്ലിന്റെ ഭാരം ഉൾപ്പെടെ കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വായ്പ എടുക്കുന്നയാൾക്ക് വിശദീകരിച്ചു നൽകണം. ഇതിന്റെ വിശദാംശങ്ങൾ നൽകുന്ന സർട്ടിഫിക്കറ്റിൽ ഉൾപ്പെടുത്തണമെന്നും കരട് നിർദ്ദേശത്തിൽ പറയുന്നു.